സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ലൈക്ക് ഈ വർഷം കേരള റാങ്ക് 1 അടിച്ച ആള് നിന്റെ ഒപ്പാണല്ലോ പഠിക്കുന്നത്, ലൈക്ക് നീ അവന്റെ ഒരു വീഡിയോ, അവന്റെ പ്രിപ്പറേഷൻ ജേണി സാധനങ്ങളൊക്കെ ചെയ്യുമെന്ന്. അപ്പം എൻ്റെ ഒപ്പം ഇന്നുള്ളത് ജോഷുവാണ്. സോ ഹൈ. അപ്പോ ജോഷുവയുടെ പ്രിപ്പറേഷൻ ജേണി നമുക്ക് ഇന്ന് മൊത്തമായിട്ട് കേൾക്കാം. അതായത് എടാ, നീ എപ്പോഴാണ് എനിക്ക് ലൈക്ക് JEE എഴുതണം, ലൈക്ക് ഒരു NIT IIT ആ ഒരു രീതിക്ക് പോകണം എന്നുള്ളത്, ആ ഒരു ഇന്റൻഷൻ നിന്റെ മനസ്സിൽ വന്നത് എപ്പോഴാണ്? ഓക്കെ, ഈ IIT എന്ന് പറഞ്ഞ എന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പം ഇറ്റ് വാസ് ലൈക്ക് IIT വേണം അല്ലെങ്കിൽ ഒരു NIT വേണം, JEE ക്രാക്ക് ചെയ്യണം. പക്ഷെ ഒരു 10th ഒക്കെ ആയപ്പോഴാണ്, ഈ ബോർഡ് എക്സാമിന്റെ മോഡിലൂടെ ആയപ്പോഴാണ് ഐ റിയലൈസ്ഡ് ഓക്കെ JEE കുറച്ച് ടഫ് ആണല്ലോ. JEE കുറച്ച് ടഫ് ആണല്ലോ. സോ അതുകൊണ്ടാണ് 10th തൊട്ടിലാണ് എന്റെ മെയിൻ പ്രിപ്പറേഷൻ തുടങ്ങിയത്. 11th തൊട്ട് എന്റെ ഫുൾ ഓൺ പ്രിപ്പറേഷൻ തുടങ്ങി. ഫ്രം 11th and 12th ആണ് ഐ ഫുള്ളി ഫോക്കസ് ഓൺ JEE. ഫുള്ളി ഫോക്കസ്ഡ് ഓൺ. അപ്പം ലൈക്ക് 8th മുതലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 8th മുതൽ ഐ തോട്ട് അബൌട്ട്, പക്ഷെ 11th മുതൽ പ്രോപ്പർ പ്രിപ്പറേഷൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, അതായത് ടഫസ്റ്റ് എന്ന് വെച്ചാൽ ലോകത്തിലേക്ക് തന്നെ ടഫസ്റ്റ് എക്സാമുകളിൽ ഒന്നാണ് JEE അഡ്വാൻസ്. അതില് 2000 സംതിങ് റാങ്ക് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് കേരള റാങ്ക് 1 JEE, അതുപോലെ JEE മെയിൻസിലും ഒരു നല്ല അടിപൊളി റാങ്ക് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലൈക്ക് നീ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തായാലും അറിയാം ലൈക്ക് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരാം. അപ്പോ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു? ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് അറിയാം, ലൈക്ക് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, പലരും നിർത്തിപ്പോകുന്ന ഒരു സമയമാണ് ലൈക്ക് ഫസ്റ്റത്തെ ഒരു 3-4 മാസം എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു നീ അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സോ എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ ഐ വുഡ് സേ ഇനീഷ്യലി ഒക്കെ ഈ ഫോണിന്റെ ഡിസ്ട്രാക്ഷൻസ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും യൂട്യൂബും ഒക്കെ ഭയങ്കര ഇറ്റ് വാസ് വെരി അഡിക്റ്റീവ്. സോ അതിൽ ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് മൈ പ്രൊഡക്ടിവിറ്റി. ഐ കുഡൻ ഡു അത്രയും ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ബേസിക്കലി. സോ അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ട് എടുത്ത് ഡിസേബിൾ ചെയ്യുക. ബിക്കോസ് ഇഫ് യു ആർ ഷുവർ ദാറ്റ് ഓക്കെ ഇത് വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാൽ ഡിസേബിൾ ചെയ്യുക. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് യു വിൽ ഗെറ്റ് എ ലോട്ട് മോർ പ്രൊഡക്ടിവിറ്റി. അത് തന്നെ എനിക്കിപ്പോ പറയാനുള്ളത്. ലൈക്ക് ഇപ്പൊ +1 +2 അല്ലെങ്കിൽ ഒരു 9th മുതൽ ഇപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ പയ്യെ ആന്ധ്രാപ്രദേശിൽ മറ്റൊക്കെ ആയിട്ട് ഇങ്ങേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവര് എന്ത് ചെയ്യാ, മാക്സിമം ഒരു 1-2 വർഷം ഒന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ നമുക്ക് NIT അല്ല IIT-കളിലൊക്കെ എത്തിയാൽ ലൈക്ക് 3-4 ഹവേഴ്സ് ഇല്ല, ഹാഫ് ഓഫ് ലൈഫ് സെറ്റ് ആണ്. കേറിയ കുറച്ച് പഠിക്കണം, പിന്നെ ഫോൺ നോക്കാം. പക്ഷെ ഈ 2 or 3 years ഫോക്കസ് ചെയ്ത് ഫോൺ മാറ്റി പഠിക്കാം. 24 hours 4 hour ക്ലാസ് എന്ന് പറഞ്ഞാൽ ബാക്കി 20 hour റിമൈനിങ് ആണ്, കളിക്കാനും ഒക്കെ സമയമുണ്ട്. അപ്പം ലൈക്ക് ഇപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ കാണുന്നവർ കൂടുതലും +1 +2 അല്ലെങ്കിൽ ഒരു റിപ്പീറ്റർ ആ ഒരു രീതിക്കുള്ള ആൾക്കാർ. അപ്പൊ എന്തായിരുന്നു നിന്റെ എന്ന് പറഞ്ഞാല് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളിൽ പോയത്? അതായത് സ്കൂളുണ്ട്, സ്കൂൾ ബോർഡ് എക്സാം ഉണ്ട്, കോച്ചിങ് സെന്ററിലെ ക്ലാസ് ഉണ്ട്, അതോടൊപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, ഇതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ഹെക്റ്റിക് ഷെഡ്യൂളിലൂടെ പോയ ആളാണ്. അപ്പം നിനക്ക് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തായിരിക്കും ഒരു ഡെയിലി നിന്റെ റൂട്ടീൻ എന്തായിരുന്നു പറഞ്ഞാൽ അവർക്ക് പലർക്കും ഒരു ഇൻസ്പയറിംഗ് ആയി മാറും. ഷുവർ. സോ ബേസിക്കലി ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഹു വാണ്ട് ടു ഫോക്കസ് ഓൺ ബോത്ത് ബോർഡ് എക്സാംസ് ആൻഡ് JEE. അപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഹെക്റ്റിക് സ്കെഡ്യൂൾ. ഓവറോൾ ഞാൻ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഐ യൂസ് ടു വേക്കപ്പ്. പിന്നെ 5:30 to 6:30 ഒക്കെ ആകുമ്പോൾ ഞാൻ ജിമ്മിൽ പോകും. ബിക്കോസ് ബോഡിയും യു നീഡ് ടു മൂവ് യുവർ ബോഡി. പഠിത്തം മാത്രമാണെങ്കിൽ പ്രശ്നമാവും. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അത് മെന്റലി ഒക്കെ പല കുട്ടികളും ഭയങ്കരമായിട്ട് നമ്മള് പല സെന്റേഴ്സിലേക്കൊക്കെ പോകുമ്പോൾ ലൈക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തുന്നത് ഒരു നമ്മൾ ഫുൾ മെന്റലി ഈ ഒരു രീതിക്ക് മാത്രമല്ല, ഒരു കുറച്ചൊരു നമ്മളൊരു 1 hour അല്ലെങ്കിൽ ഒരു ½ an hour ഡെയിലി ഒരു ഫിസിക്കൽ എക്സസൈസോ മറ്റോ യൂസ് ചെയ്യുന്നതിലൊരു നല്ലൊരു സാധനമാണെന്ന് നീ പറയും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്സ് വാട്ട് ഐ വുഡ് സേ. ഇറ്റ്സ് നെസസറി, വേണം. പിന്നെ ഒരു 7 ഒക്കെ ആകുമ്പം തിരിച്ചു വരും, ഫ്രഷ് ഒക്കെ ആകുമ്പോൾ ഒരു 8 ഒക്കെ ആകുമ്പോൾ സ്കൂൾ തുടങ്ങും. സോ 8 to 3 ഒക്കെ ആയിരുന്നു എൻ്റെ ബോർഡ് എക്സാമിന്റെ പഠിത്തം. സ്കൂൾ എഫക്റ്റീവ്ലി മൈ സ്കൂൾ വാസ് മൈ ബോർഡ് എക്സാം പഠിത്തം. സോ 8 AM to 3 സ്കൂളിൽ തന്നെ അത് കവർ ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ ബോർഡ് എക്സാമിന് തൊട്ട് മുമ്പ് ഐ യൂസ് ടു ഡു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വേറെ ഒന്നുമില്ല. പിന്നെ 3 PM കഴിഞ്ഞിട്ട് ഒരു 4 to 8 ഒക്കെ ആയിരുന്നു എൻ്റെ കോച്ചിങ് ക്ലാസ്സസ്. അവിടെ ഒക്കെ ഞാൻ JEE-യുടെ കോച്ചിങ്ങും ഫിസിക്സ് കെമിസ്ട്രി മാത്സും അത് ഫോക്കസ് ചെയ്യും. പിന്നെ 8 to 9 ഒരു ബ്രേക്ക്, 9 to 12 ഒരു അവർ വെച്ചിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. 12 ഉറങ്ങും, 5:30 എണീക്കും. അപ്പൊ സ്ലീപ്പ് സൈക്കിൾ ഒരു 5.5 മണിക്കൂറാണ് ഡെയിലി. ഫോർ എ JEE സ്റ്റുഡന്റ് എനിത്തിങ് അബവ് 5 ഐ വുഡ് റിഗാർഡ് ഒരു നല്ല ഓപ്ഷനാണ്. 5 hours ഇസ് മിനിമം. JEE അല്ലെങ്കിൽ NEET പഠിക്കുകയാണെങ്കിൽ 5 മണിക്കൂർ മതി. മാക്സിമം എത്ര പോയിട്ടുണ്ടത്? മാക്സിമം ഒരു ദിവസം ഞാൻ ഒരു
12 മണിക്കൂർ പോയിട്ടുണ്ട് ഒരു അപ്പൊ നമുക്ക് അത് നോർമലി എല്ലാ ആസ്പിറൻസും പറയുന്നത് നമുക്ക് ഫീലിംഗ് ടയേർഡ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ട് നമ്മൾ ചുമ്മാ ഞാനിതാ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്യൂഡോ സ്റ്റഡിന്റെ ആവശ്യമില്ല. നമുക്കത് കംഫർട്ടബിൾ ആണെന്ന് തോന്നണ്ടേ പഠിക്കാം. കറക്റ്റ്, അത് തന്നെ. ബർൺഔട്ട് വരുവാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ആ ദിവസം നിർത്തി വെക്കുക, കിടന്നുറങ്ങുക. അത് പലരും ചോദിക്കുന്ന കാര്യമാണ്. എപ്പോഴും ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവുന്നു, 10 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കുന്നു. അതൊന്നും ലൈക്ക് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേൺ ഔട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത്രയും സമയം പഠിക്കാം. അതാണ് അതിന്റെ ഒരു. അപ്പം എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും കേരള റാങ്ക് 1 അടിച്ച ആളുടെ വീക്കസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് സബ്ജക്ട്. ഓക്കെ, സോ എൻ്റെ വീക്കസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആയിരിക്കും. എനിക്ക് തിയറി ഇഷ്ടമല്ല, ഐ ഹേറ്റ് തിയറി കംപ്ലീറ്റ്ലി. എനിക്ക് തിയറി മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ കെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസും പിന്നെ തിയറി ചാപ്റ്റേഴ്സും മെറ്റലർജി ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് വെരി ബാഡ്, കംപ്ലീറ്റ്ലി അഡ്വാൻസ്ഡ് സിലബസിലേക്ക് വരുമ്പോൾ മെറ്റലർജിയും അതൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് വെരി ബാഡ്. പിന്നെ എൻ്റെ സ്ട്രോങ്ങസ്റ്റ് സബ്ജക്ട് I would say physics, because physics ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രാക്ടിക്കൽ സെൻസിലും ഓവറോൾ ഒരു പ്രോബ്ലം സോൾവിംഗ് മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു ഫിസിക്സിൽ. സോ ഐ ലവ് ഫിസിക്സ്. അപ്പൊ നീ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ടേബിളിലൂടെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു നോർമലി പറയണ ഒരു ബുക്കിൽ എഴുതി വെച്ച ആ ഒരു രീതിക്കാണ് നിന്റെ ലൈഫ്? അത് തന്നെ. ഐ ഹാഡ് എ പ്രോപ്പർ നോട്ട് ഡൗൺ ചെയ്ത ടൈം ടേബിൾ ആയിരുന്നു. ഒരു പ്രീവിയസ് ഡേ, ലൈക്ക് മൺഡേ ആണെങ്കിൽ ട്യൂസ്ഡേ ടൈം ടേബിൾ ഐ ഹാവ് ഇറ്റ് സെറ്റ്, ട്യൂസ്ഡേ ആണെങ്കിൽ വെഡ്നെസ്ഡേ ടൈം ടേബിൾ ഐ ഹാവ് ഇറ്റ് സെറ്റ്. സോ എനിക്കറിയാം വാട്ട് ഐ നീഡ് ടു ഡു ദ നെക്സ്റ്റ് ഡേ. അപ്പം ഇപ്പൊ പലരും പറയാറുണ്ട് ഈ ബുക്സ് ഉപയോഗിച്ചു, ആ ബുക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ക്രാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ബുക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്? ഇനീഷ്യലി വരുന്ന കുട്ടികൾക്ക് വരുന്ന ഡൗട്ടാണ്. അതായത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും കാർഡ് കയറി ബുക്സിലേക്ക് വന്നിട്ട് ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യില്ല, എന്നിട്ട് അവസാന എക്സാമിൽ മൊത്തത്തിൽ ഒരു മൂഡ് ഔട്ട് ആവും, ഒരു വിചാരിച്ചൊന്നായിരിക്കില്ല വന്നിട്ടുണ്ടാവാം. അപ്പം ഈ ബുക്സിന്റെ എന്താണ് നിന്റെ ഒരു സജഷൻ ഫസ്റ്റ് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിയാട്ടോ? ഓക്കെ, സോ ബുക്സ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിക്ക് ബുക്സിന് ഒരു ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. അത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണിയാണ്. ഫസ്റ്റ് തിങ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിന്റെ നോളജും മെറ്റീരിയൽ അവയർനെസ്സും ആണ്. അതിൽ കോൺസെപ്റ്റ് പക്കയാക്കണം. അത് വേണമെങ്കിൽ ഓൺലൈനിൽ ഒത്തിരി ഇത് ഓൺലൈൻ ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട്. ദർ ആർ ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ, യൂട്യൂബ് ഗൈഡ്സ് ഉണ്ട്. ഇപ്പം ബുക്സിന്റെ ആവശ്യമില്ല. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് PYQs ചെയ്യണം. PYQs ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു JEEയുടെ 2025 വെച്ചിട്ട് 2016 വരെ എല്ലാ PYQs ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിലേക്കും പോയാൽ അത് എക്സാക്ട്ലി തന്നെ. ബിക്കോസ് ഒരു ടോപ്പിക്കിൽ ലെറ്റ്സ് സേ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പോയാൽ ആ ടോപ്പിക്കിലെ എല്ലാ PYQs ഫ്രം 2025 to 2016 നമുക്കൊരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു രീതിക്കൊക്കെയാണ് കറക്റ്റ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മാക്സിമം പോയാൽ ഒരു 2016 എന്നൊക്കെ പറയുന്നത് ഒരു മാക്സിമം പോയാൽ അത്രേ ഒരു ലെവലിലേ പോവുള്ളൂ. കറക്റ്റ്, ബിക്കോസ് 2016 കഴിഞ്ഞിട്ട് എല്ലാം ആഫ്റ്റർ ബിഫോർ ദാറ്റ് എവറിത്തിങ് ഇസ് ഇറ്റ്സ് നോട്ട് റെലവെന്റ്. പിന്നെ 2016 to 2025 ചെയ്ത ആ എക്സാമിലെ മൈൻഡ് സെറ്റ് കിട്ടും. യു വിൽ നോ ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരും, ഈ ക്വസ്റ്റൻസ് ആണ് ടോപ്പിക് ഇമ്പോർട്ടൻറ്റ്. അപ്പം യു വിൽ നോ വാട്ട് നീഡ്സ് ടു ബി സോൾവ്. ഇപ്പോൾ ബുക്സിലേക്കൊക്കെ പോകുമ്പോൾ മെയിൻ ആയിട്ട് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റൻസ് കാണും. അത്രത്തോളം വേണോ എന്നുള്ളത് നമുക്കൊരു ഡിസൈഡ് ചെയ്യാൻ കൂടെ ഉള്ള സാധനമാണ്. കറക്റ്റ്. ഇനീഷ്യൽ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആ ബുക്സ് ഒന്നും വേണ്ട. പക്ഷെ ടുവേർഡ്സ് എൻഡിങ് ഓഫ് കോഴ്സ് ബുക്സ് വേണം. ലൈക്ക് JEE അഡ്വാൻസ് ഓർ മെയിൻസിലോട്ട് പോവാണെങ്കിൽ ഫിസിക്സ് ഐ വുഡ് റെക്കമെൻഡ് IE Rodolph's ബുക്സ് അല്ലെങ്കിൽ പാത്ത് ഫൈൻഡർ. ആൻഡ് കെമിസ്ട്രി ഐ വുഡ് റെക്കമെൻഡ് NCERT ഓർഗാനിക് കെമിസ്ട്രി ആണ് ബെസ്റ്റ് സാധനം. പിന്നെ ഇനോർഗാനിക് നോക്കുവാണെങ്കിൽ JD ലീഡ്സ് ഇനോർഗാനിക്, അത് നല്ല ഇതാണ്. പിന്നെ മാത്സ് നോക്കുവാണെങ്കിൽ ഒളിമ്പ്യാഡ്സ്, അമേരിക്കൻ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഓർ കോമ്പറ്റീഷൻ, ഐ എം നോട്ട് ഷുവർ. പിന്നെ RMO PRMO അതെല്ലാം ഇറ്റ്സ് ഗുഡ് ടു ഗെറ്റ് യുവർ മൈൻഡ് സെറ്റ്. പക്ഷേ ഈ ഒളിമ്പ്യാഡ്സിന്റെ സിലബസ് ഔട്ട് ഓഫ് റീച്ച് ആണ്. സിലബസിന്റെ JEE അഡ്വാൻസ് അല്ലെങ്കിൽ JEE മീൻസ് സിലബസിനെ യു ഹാവ് ടു സ്റ്റേ and do those questions in the Olympiads. അപ്പോൾ നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ടു ദ സിലബസ്, കാർഡ് കയറി വെടിവെക്കാതെ. Exactly. അപ്പോൾ നീ മുമ്പ് പറഞ്ഞു ലൈക്ക് ഒരു 5.5 മണിക്കൂറാണ് ഡെയിലി ഉറങ്ങാറുണ്ടായിരുന്നത്, ഒരു ആവറേജ്. അപ്പം ലൈക്ക് ഇതിങ്ങനെ കേൾക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ പക്ഷേ ഫസ്റ്റ് ഡേ ചെയ്യും ഞങ്ങളൊക്കെ. ഇപ്പം പലരെയും വിഷയം എന്ന് വെച്ചാൽ ഒരു 10 days ചെയ്യും. പക്ഷെ പിന്നീട് അങ്ങോട്ട് പിന്നെ അത് 8 ആവും 10 ആവും. പിന്നെ പയ്യെ മൊത്തത്തിൽ നീ പറഞ്ഞു ചില ദിവസങ്ങളിൽ ഞാൻ 12 ഒക്കെ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് പഴയ സെറ്റിലേക്ക് വന്നു. അതിനൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്ത് എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ ലൈക്ക് ദാറ്റ്? മേജർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് നോ അതർ വേ, വേറെ വഴി ഇല്ലായിരുന്നു. ലൈക്ക് 12 ക്രാക്ക് ചെയ്യണം. There was no other way. JEE pass ചെയ്തില്ലെങ്കിൽ or JEE advance if I did not get a top rank, there is no other way I will do anything else. That was my main motivation. പിന്നെ apart from that എൻ്റെ ടൈം ടേബിൾ വാസ് വെരി ഹെക്റ്റിക്. ഞാൻ 12 ഉറങ്ങി 5:30 എണീക്കണം, അല്ലെങ്കിൽ there's no other way because എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ജിമ്മിൽ പോകണം. അതൊക്കെ I can't do if I don't wake up at 5:30. So I had
basically the main ways to trick your brain. ബ്രെയിനെ ട്രിക്ക് ചെയ്യണം. ലൈക്ക് ഓക്കെ 12 ഉറങ്ങിയാൽ ഐ നീഡ് ടു വേക്കപ്പ് അറ്റ് 5:30. ഹൗ ഡു ഐ ഡു ദാറ്റ്? അതെങ്ങനെ ഹൗ വിൽ ഐ വേക്കപ്പ് അറ്റ് 5:30? എന്തെങ്കിലും അവിടെ വെക്കുക, ലൈക്ക് സം ഒബ്ലിഗേഷൻ, ഐ ഹാവ് ടു ഗോ സംവെയർ, ഓർ എന്തെങ്കിലും ചെയ്യണം, ഓർ ഒരു ഇമ്പോർട്ടൻറ്റ് അസൈൻമെന്റ് ചെയ്യണം, വിച്ച് ഇഫ് ഐ ഡോണ്ട് ഡു ഐ വിൽ ലൂസ് മാർക്ക്. അപ്പം ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് യു ക്യാൻ വേക്കപ്പ് അറ്റ് സം ടൈം. ടൈം ബ്ലോക്ക് ചെയ്ത് ഓരോ സമയം ഈ ഒരു സ്പെസിഫിക് ടൈം ഇതിന് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതി. ആൻഡ് എനിക്കുന്ന സമയത്ത് ഡു എ വെരി ഇമ്പോർട്ടൻറ്റ് ടാസ്ക് വിച്ച് യു കനോട്ട് അവോയ്ഡ്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ജിം ആയിരുന്നു, എനിക്ക് ജിം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് വെച്ച് ഞാൻ നമ്മളൊരു മെന്റൽ റിലാക്സേഷനും ഇമ്പോർട്ടന്റ് ആണ് പ്രിപ്പറേഷൻ. യെസ് കറക്റ്റ് എക്സാക്ട്ലി. അപ്പോ പലരും പറയുന്നതാണ് ഇപ്പൊ എക്സാം എടുക്കുമ്പോൾ ലൈക്ക് പ്രഷർ, കൈ വിറക്കാണ്, ലൈക്ക് എക്സാം ഹാളിൽ വേണ്ടതുപോലെ നമ്മൾ ഓവറായിട്ട് പാനിക്ഡ് ആയിട്ട് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഈ ഒരു പ്രഷർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നിനക്ക് എന്തായാലും ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാണ്. അപ്പം നമുക്ക് ഒരു എക്സാമിൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ വലിയൊരു മാർക്ക് പ്രതീക്ഷിച്ചായിരിക്കും എക്സാം ചെയ്ത്, പക്ഷെ നമുക്ക് അത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്കൊരു പ്രഷറിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ നീ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഓക്കെ, സോ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി കോമൺ തിങ് ആൻഡ് ദർ ഇസ് നോ റീസൺ ടു ഫീൽ പ്രഷർ. അതാണ് ഞാൻ കാര്യം. അതിന് ജെയ് ഭയങ്കര ഒരു റാറ്റ് റേസ് ആണ്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് എക്സാം. പക്ഷേ ഈ എക്സാമിൽ പ്രഷർ തോന്നാൻ ഇറ്റ്സ് വെരി നോർമൽ. എനിക്കും പ്രഷർ ഉണ്ടായിരുന്നു, ഈവൻ ഇഫ് ഐ ഡിഡ് സോ മെനി എക്സാംസ്. പക്ഷേ വൺ ഓഫ് ദ ഓൺലി വേസ് ഈ പ്രഷർ മാറ്റാൻ ഇസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോക്ക് എക്സാംസ് ചെയ്യുക. ബിക്കോസ് ഈ മോക്ക് എക്സാംസ് സിംപ്ലി ചെയ്യാനല്ല, ഈ ഒരു കൺട്രോൾഡ് എൻവയൺമെന്റ് വെച്ച് ചെയ്യുക, ലൈക്ക് ഐസൊലേറ്റഡ് എൻവയൺമെന്റ്, ലൈക്ക് എൻ എക്സാം വെച്ച് ഈ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. സോ എക്സാമിന് നോ ഡിഫറൻസ് കാണത്തില്ല. ഈ മോക്ക് എക്സാം ലൈക്ക് സേ 2 to 3 months ബിഫോർ ദ മെയിൻ എക്സാം മോക്ക് എക്സാംസ് എല്ലാ ദിവസവും ഒന്ന് അറ്റൻഡ് ചെയ്യുക. And in an isolated environment, just like examine experience in പോലെ attempt എങ്ങനെയാണോ അതുപോലെ same as the environment. പക്ഷെ of course മാറ്റം കാണും. അവിടെ ഭയങ്കര സ്ട്രെസ് ഉണ്ട്, പിന്നെ പിയേഴ്സ് കാണും, കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെന്തോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ഒരു 10 minutes ഒന്ന് കൂൾ ആവാനുള്ള ഒരു കൂൾ ഓഫ് ടൈം എന്നൊക്കെ പറയുന്നത്. എക്സാക്ട്ലി. അപ്പം ഇതൊക്കെ പ്രീ എക്സാം ആണ്. പ്രീ എക്സാം ആണെങ്കിൽ എല്ലാ ദിവസവും ഒരു മോക്ക് എക്സാം എഴുതുക, കൺട്രോൾ എൻവയൺമെന്റ് എഴുതുക, ആൻഡ് മേക്ക് ഷുവർ യു ഗെറ്റ് യൂസ് ടു ദ മൈൻഡ് സെറ്റ്. പിന്നെ എക്സാമിന്റെ ദിവസം just before the exam take a deep breath, calm down and realize ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊരു എക്സാം ആണ്. എക്സാം if I mess up I have more options in the future. It's not like the end of my future. ഇത് മാത്രമല്ല നമ്മുടെ ജീവിതം, ലൈക്ക് ഇനിയും ഉണ്ട്. ഇപ്പൊ നമ്മൾ പലയിടത്തും ഇപ്പൊ ലൈക്ക് പേപ്പറിലും മറ്റൊക്കെ കാണും, ന്യൂസ് പേപ്പറിലും മറ്റൊക്കെ കാണും, ലൈക്ക് പലരും സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്തും, കാര്യങ്ങൾ നടത്തും. ലൈക്ക് ഓരോക്കെ പ്രിപ്പറേഷൻ മുമ്പേ സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഇതില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. അതുപോലെ ഈ എക്സാം ഡേ സ്ട്രാറ്റജി, ലൈക്ക് അവിടെ നമ്മളിപ്പോ ചിലപ്പോ ഒരു 2 ഷിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഈവനിങ് മോർണിംഗ് ഉണ്ടാവും. ഇതിന്റെ കേസിൽ മെയിൻസിന്റെ കേസിൽ, അഡ്വാൻസിന്റെ കേസിൽ 6 hour exam ആയിരുന്നു. അപ്പം ലൈക്ക് എന്തായിരുന്നു അന്ന് ആ ദിവസമുള്ള സ്ട്രാറ്റജി? ലൈക്ക് നിനക്ക് ഏതായിരുന്നു ഷിഫ്റ്റ്? എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ലൈക്ക് രാവിലെ അവിടെ എത്തുന്നു എക്സാം ഹാളിൽ, ദെൻ ലൈക്ക് എക്സാം സ്ട്രാറ്റജി, ലൈക്ക് ഇപ്പൊ കുട്ടികൾ എന്തായാലും ഇപ്പൊ 2 മാസമേ ഉള്ളൂ ജെഇ മെയിൻസിന്. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് ലൈക്ക് എതിർന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയായിരുന്നു എക്സാം? പെട്ടെന്ന് എത്ര ടൈംസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഈസി ടു ഡിഫിക്കൽട്ട് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടാണോ, അങ്ങനെയാണ്? അതൊന്ന് പറഞ്ഞു. സോ ഈ എക്സാം സ്ട്രാറ്റജി 3 ഇമ്പോർട്ടന്റ് കോമ്പണൻസ് ഉണ്ട്. പ്രീ എക്സാമും, ഡ്യൂറിംഗ് എക്സാം, പോസ്റ്റ് എക്സാം. സോ ഈ പ്രീ എക്സാം എന്ന് പറഞ്ഞാൽ 1 day ബിഫോർ ദ എക്സാം അവിടെ വെച്ച് ഒന്നും പഠിക്കരുത്, ഡോണ്ട് ഡു എനിത്തിങ്. ആ ദിവസം ഫ്രീ ദിവസമായിട്ട് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ, റിലാക്സ് ചെയ്തോ, കളിച്ചോ, മ്യൂസിക് കേൾക്കുക, റിലാക്സ് ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ വേസ് യു കൻ പ്രിവെന്റ് സ്ട്രെസ് ദ നെക്സ്റ്റ് ഡേ. റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്തോ, പക്ഷെ ഒന്നും പഠിക്കരുത്. ഡോണ്ട് ഡു ക്വസ്റ്റ്യൻസ്. പുതിയ സാധനം പഠിക്കരുത്, പഠിച്ച സാധനം റിവൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഡ്യൂറിംഗ് എക്സാം ഡേ രാവിലത്തെ ഷിഫ്റ്റ് ആണെങ്കിൽ നേരത്തെ എണീക്കുക, ഹാവ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്, കം ഏർലി, ഗോ ഏർലി ടു ദ എക്സാം സെന്റർ, ആൻഡ് അവിടെ കാം ഡൗൺ ചെയ്ത് സെന്റർ ഒരു 10 minute ബ്രീത്ത് എടുക്കുക. 10 minutes before the exam, take a good breath, pray, whatever. Okay? ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. Yes, if you're believing in whatever, if you're believing in say God, you can pray to God or calm down, relax. It is serene atmosphere, normal atmosphere, which just relax. അതുപോലെ നീ റിവൈസ് ചെയ്യാൻ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, മൈൻഡ് മാപ്സ്, ആ രീതിക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? റിവൈസ് ചെയ്യാൻ യെസ്, ബേസിക്കലി ഞാൻ I had a short notes. അത് എന്തായാലും നിർബന്ധമായിട്ടുള്ള ഒരു സാധനമാണ്. ലൈക്ക് ഇപ്പൊ തിയറികളൊക്കെ ആവുമ്പോൾ നമ്മൾ പലതും മറക്കുന്നതെങ്കിലും അവിടെ എഴുതി വെക്കുക. എക്സാക്ട്ലി 2 things you have to do. മറക്കുവാണെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കുവാണെങ്കിലും ഒരു ഷോർട്ട് ബുക്ക് വേണം. ആ ബുക്കിനകത്ത് മിസ്റ്റേക്കും വേറെ യു മെയ്ഡ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ കോൺസെപ്റ്റ് തെറ്റിയ പ്രോബ്ലം ആണെങ്കിൽ ആ പ്രോബ്ലമും കോൺസെപ്റ്റും ആ ബുക്കിൽ നോട്ട്. ശരിക്കും ഞാൻ എപ്പോഴും ഒരു അഡ്വാൻസ് റാങ്ക് ആണോ മറ്റേ കിട്ടിയ ലൈക്ക്
അവർ തെറ്റിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും തെറ്റിക്കാൻ പോകുന്നത്. അപ്പൊ അതവിടെ നമ്മുടെ മൈൻഡിൽ ഈ അതാണ് ക്വസ്റ്റ്യൻ അതാണ് കാണുമ്പോൾ പ്രശ്നം. അത് ഈ ചെയ്യാൻ ക്വസ്റ്റ്യൻ പറ്റില്ല. കാണുമ്പോൾ നമ്മള് ഇത് ഞാൻ തെറ്റിച്ചില്ലല്ലോ നമ്മുടെ മൈൻഡിൽ എത്തുന്ന രീതിക്കുള്ള എക്സാക്ട്ലി. അത് യു ഷുഡ് നോട്ടീസ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയ ആ ക്വസ്റ്റ്യൻ പിന്നെയും യു കനോട്ട് മെസ് ദാറ്റ് അപ്പ്. ആ ടോപ്പിക്കും മെസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദ ഓൺലി വേ ഈസ് ഒരു ബുക്ക് നോട്ട് ചെയ്യുക ആൻഡ് ആ ബുക്ക് ഒരു വീക്ക് വെച്ചിട്ട് റിവൈസ് ചെയ്യുക അൺടിൽ യു ആർ ഷുവർ ഓഫ് ദ കോൺസെപ്റ്റ്. പിന്നെ എക്സാം സ്ട്രാറ്റജിയിലോട്ട് പോവാണെങ്കിൽ ഡ്യൂറിംഗ് ദ എക്സാം ഒരു പ്രോപ്പർ ടൈം സ്കെഡ്യൂൾ വേണം. ഒരു എനിക്ക് പറഞ്ഞാൽ 30 minutes ഫോർ കെമിസ്ട്രി, ഒരു 1 hour ഫോർ ഫിസിക്സ് ആൻഡ് 1 hour 30 minutes ഫോർ മാത്സ്. മിനിമം ഒരു 1 hour വേണം മാത്സിന്. അത് മാത്സ് ഇസ് വെരി ടഫ്. ജെയ് മെയിൻസിൽ മാത്സ് ഇപ്പം എന്തൊക്കെയോ മാത്സ് ആണ് എനിക്ക് പോലും അറിയത്തില്ല. സോ മിനിമം ഒരു 1 hour മാത്സിന് വേണം. ഫിസിക്സിന് ഒരു മിനിമം 45 minutes, കെമിസ്ട്രി 30 minutes മതി. 30 minutes is enough to get you 100 marks for chemistry. So that is കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ഓൺ ടു ദി NCERT yes, തന്നെയാണ് exactly, mainly. പിന്നെ പോസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കരുത്, ആൻസേഴ്സ് നോക്കരുത്, ഒന്നും ചെയ്യരുത്. എക്സാം തീർന്നു, ഒരു ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക, ഫുഡ് കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ, കളിക്കുക, ഫ്രണ്ട്സിനോട് പോവാം, ഫാമിലി എൻജോയ് ചെയ്യുക. ഡോണ്ട് ലുക്ക് അറ്റ് ദ എക്സാം ഒക്കെ. അപ്പം ലൈക്ക് നമ്മളിപ്പോ ഒരു നോർമൽ ഒരു ലൈക്ക് റാങ്ക് 1 അല്ലെ ആ ഒരു രീതിക്കൊക്കെ നല്ലൊരു ഒരു ഹൈ സ്കോർ ചെയ്ത ആൾക്കാരെ പറ്റി വിചാരിക്കുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ഒരു അധികം ആൾക്കാരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മെയിൻലി ഒരു സ്റ്റഡി ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരെന്നാണ് പലരും നമ്മളോട് പറയാറുള്ളത്. പക്ഷെ അതിലൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മുഖമാണ് ചോദിച്ചാൽ ലൈക്ക് ഇവിടെ വന്നപ്പോ ഫസ്റ്റ് ഡേ തന്നെ ലൈക്ക് ഒരു മ്യൂസിക് പാടുന്നു, പിന്നെ ഡാൻസ് ചെയ്യുന്നു. CSCയുടെ ഓണത്തിന്റെ ഡാൻസ് നമ്മുടെ ഷോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം മിസ്റ്റർ പ്രൊഫസർ ആയിട്ട് ചെയ്യുന്നു. പിന്നെ ലൈക്ക് ഇവിടെ ഡാൻസ് പ്രോഗ്രാമിലൊക്കെ മൊത്തത്തിൽ ആക്റ്റീവ് ആണ് ആള്. അപ്പം ഹൗ ഡു യു ഫീൽ ലൈക്ക് ബീയിങ് എൻ NIT ആഫ്റ്റർ ഒരു 3 to 4 months ആയിട്ടുള്ളൂ, എന്നാലും എന്താണ് നിന്റെ ഫീലിങ്സ്? ലൈക്ക് ഇവിടെ എത്തിപ്പെട്ടാൽ എന്താണ് അവർക്ക് ഉണ്ടാവാൻ പോകുന്നത്? ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രിപ്പറേഷന് മുമ്പ് എക്സ്പെക്ട് ചെയ്തതും ഇവിടെ എത്തിയതും മീറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണെന്നുള്ള ഒരു Okay. So before preparation, before I came into NIT, I had a very big notion എന്ന് പറഞ്ഞാൽ എല്ലാരും പഠിപ്പിയായിരിക്കും. ഐ മീൻ എല്ലാരും എല്ലാ സമയവും 24/7 പഠിത്തം. ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചത്. എല്ലാരും 24/7 പഠിത്തം. മാക്സിമം പോകുമ്പോൾ അനുസരിച്ചിട്ട്. പക്ഷെ അവിടുത്തെ പരിപാടികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ അത്. എക്സാക്ട്ലി. ഒരു ബിക്കോസ് എല്ലാരും ഞാൻ വിചാരിച്ചു എല്ലാരും 24/7 പഠിത്തം. ടീച്ചേഴ്സ് ഭയങ്കര റിലൻറ്റ്ലെസ്, എക്സാംസ് എല്ലാ ദിവസവും പഠിത്തം, ക്ലാസ് 8 hours 9 hours. പക്ഷെ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ല ലൈഫ്. ലൈഫ് ഇസ് മച്ച് മോർ ദാൻ ദിസ്. ഈ JEE ഈസ് ജസ്റ്റ് 2 years ഓഫ് യുവർ ലൈഫ്. ആ 2 years ഓഫ് പഠിത്തം ശരിക്കും ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടത്തേക്ക് എത്തിക്കാൻ കുറച്ചൊരു കൊടുക്കാം. ബേസിക്കലി ഈ NIT ഒക്കെ, ഐ മീൻ NIT അല്ലെങ്കിൽ IIT, they will make you study. They have good teachers, syllabus നല്ലതാണ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് നല്ലതാണ്. I'm not saying that they don't study. ഒരു ഇമ്പോർട്ടൻസ് ആണ്. Peer groups ഒരു very important കാര്യം. Because everyone in NIT wrote this exam. എല്ലാവരും ഈ എക്സാം എഴുതി, എല്ലാവരും എക്സാമിന് നല്ല റാങ്ക് കിട്ടി, അതുകൊണ്ടാണ് they are here. That is one of the major important things. പിന്നെ അത് മാത്രമല്ലാതെ അതർ സ്റ്റേറ്റിൽ വേറെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഓവറോൾ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. അതും നല്ല അടിപൊളി പീപ്പിൾസിനെ നമുക്ക് കിട്ടാൻ പോകുന്നത്. നല്ലൊരു സ്കോറിംഗ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ലൈക്ക് ഐ മെൻഷൻ, ലൈഫ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് സ്റ്റഡീസ്. ഐ ഹാവ് നോൺ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റഡീസ് മാത്രമായിട്ട് ജീവിതത്തിൽ യു കനോട്ട് പ്രൊസീഡ്. ഫെസ്റ്റ്സ് വേണം, സെൽഫ് ഗ്രോത്ത് വേണം, ഫണ്ട് വേണം, ലാഫ്റ്റർ വേണം, ഫ്രണ്ട്സ് വേണം, എല്ലാം വേണം. അതൊക്കെ ഐ ഡു നോട്ട് എക്സ്പെക്ട് ഫ്രം NIT. പക്ഷെ ഒരു 3-4 months ആയിട്ട് ഇസ് വാട്ട് ഐ ബീൻ എൻജോയിങ്. ഫൺ ഉണ്ട്, ഫെസ്റ്റ്സ് ഉണ്ട്, വർക്ക്ഷോപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, വിച്ച് ഇസ് മേക്കിംഗ് മീ ഗ്രോ ആസ് എ ഗുഡ് പേഴ്സൺ. ലൈക്ക് ഇപ്പോ അഡ്വാൻസിൽ 2000 സംതിങ് റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി അവൻ NIT-ലോ എന്ന് ചോദിക്കും. ലൈക്ക് എന്താണ് ഒരു NIT കാലിക്കറ്റിലേക്ക് വരാനുള്ള ഒരു നോഷൻ? ലൈക്ക് ഇപ്പൊ നിനക്ക് പല IIT-കളിലും ടോപ്പ് ബ്രാഞ്ചസ് തന്നെ കിട്ടും. Then why you choose NIT Calicut? Okay, so I got this question a lot of times. Kind of controversial ആണ്. പക്ഷെ പേഴ്സണലി ഫോർ മീ, ഐ വുഡ് എനി ഡേ, ഏത് ദിവസമാണെങ്കിലും ഐ വുഡ് ചൂസ് വാട്ട് എവർ ഐ വോണ്ട്. പാഷൻ ഓവർ ഇമ്പോർട്ടൻസ്. IIT ഒക്കെ എന്ന് പറഞ്ഞാൽ IIT ടാഗ് ഉണ്ട്. എല്ലാവരും പറയും ഓക്കെ ഈ IIT ടാഗ് ഉണ്ട്, ഞാൻ ജീവിതത്തിൽ ജയിക്കും. അതൊന്നും ഇല്ല. IIT ടാഗ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ജയിക്കാൻ ഒരു ക്രൈറ്റീരിയ അല്ല. IIT-യിലാണെങ്കിലും പഠിക്കണം, NIT-യിലാണെങ്കിലും പഠിക്കണം. പക്ഷെ കുറച്ച് എന്നെ IIT കുറച്ചും കൂടെ ഹയർ ആണ്, അത് എനിക്ക് അക്സെപ്റ്റഡ് ആണ്. പക്ഷെ എനിക്ക് അവരാണ് ഹയർ. പിന്നെ IIT ടാഗിന് വാല്യൂ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഓൺ യുവർ റെസ്യൂമെ. NIT-നും ടാഗ് ഉണ്ട്, വേറെ ഏതെങ്കിലും കോഴ്സിലാണെങ്കിലും അവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ദേ ഹാവ് സ്കില്ലാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ IIT പോയിട്ട് IIT ബോംബെയിലെ എയറോസ്പേസ് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ കെമിക്കൽ ഇൻ മദ്രാസ് ഐ തിങ്ക് ഐ വുഡ് ഹാവ് ഗോട്ടൻ. പക്ഷെ അതൊക്കെ പോയി 4 വർഷം ഐ കാൺട്ട് ബെയർ മൈസെൽഫ് ലേണിംഗ് കെമിക്കൽ. ഈ കെമിക്കൽ ഇഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് എനി അതർ ഓൾറെഡി കെമിസ്ട്രിയും തിയറികളും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയിട്ട് ഇത് പഠിക്കണം? നോട്ട് ഓൺലി ദാറ്റ്, ബിക്കോസ്
ഈ JEE ഓൾറെഡി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എനിക്ക് താല്പര്യമുള്ള സാധനമാണ് ഞാൻ ഇമ്പോർട്ടൻസ് I didn't want to learn physics, chemistry, maths. I want to learn chemistry. Chemistry. I want to learn coding, computer. I want to learn how to learn to code. I want to learn how to use computers. So other computer science മാത്രമേ ഉള്ളൂ. So I was like, computer science കിട്ടുവാണെങ്കിൽ ഞാൻ അത് ചൂസ് ചെയ്യും. ടോപ്പ് 7 IITs അല്ലെങ്കിൽ NIT കാലിക്കറ്റ്. ടോപ്പ് 7 IITs എന്ന് പറഞ്ഞാൽ IIT ഹൈദരാബാദ്. അതെനിക്ക് കിട്ടിയില്ല സാരി. സോ NIT കാലിക്കറ്റ് വന്നു. Because NIT കാലിക്കറ്റ് CSE ഭയങ്കര വെൽ റിഗാർഡ് ആണ്. So I came for NIT കാലിക്കറ്റ്. ഇപ്പോ പല കുട്ടികളും ഇപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്താണ് നിനക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ്? ലൈക്ക് നിന്റെ ഒരു നോഷൻസും കാര്യങ്ങളൊക്കെ ഒരു ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ അടുത്തും കാര്യങ്ങളൊരു So self-study ചെയ്യുന്ന people, I would like to offer one thing. Self-study people, they often get everything they can find. ഏതെങ്കിലും മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ അതെടുക്കും, ബുക്സ് കിട്ടുവാണെങ്കിൽ അതെടുക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് വരാണ് നിർബന്ധമായിട്ട് അവർ ചെയ്തിരിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2019 മുതൽ ശേഷം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. PYQs ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. കോൺസെപ്റ്റ് പ്ലസ് PYQ അത് തന്നെ എക്സാക്ട്ലി ഒരു ബ്രാഞ്ച് ഇവിടെ NIT കാലിക്കറ്റ് 100% കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയ, ഡൗട്ട്സ് ക്ലിയർ ആക്കിയ, PYQs ചെയ്ത, എക്സാംസ് മോക്ക് എക്സാംസ് ചെയ്ത, എറർ അനാലിസിസ് അത് മേജർ എക്സാം കഴിഞ്ഞിട്ട് തെറ്റിയ കാര്യങ്ങൾ എല്ലാം എത്തി നോക്കുക. അത് വിടരുത്. ആ സാധനം ഞാൻ ഇന്ന പോയിന്റ് ഇപ്പൊ ജോഷു ആണെങ്കിൽ ജോഷു നീ ഈ പോയിന്റ് വിട്ടിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കണം എന്നാണ് എഴുതി വെച്ചാൽ അതൊരു ബ്രെയിനിൽ ഉണ്ടാവും. അതിലിപ്പോ ഷാഫി ആണെങ്കിൽ ഞാൻ ഈ പോയിന്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പ്രോബ്ലം അല്ലെങ്കിൽ ഇപ്പൊ പുള്ളി പ്രോബ്ലം മറ്റേ ഇതില് അതൊന്നുകൂടെ ഒന്ന് നീ റിവൈസ് ചെയ്യണം. അത് നിന്റെ ഒരു സാധനം ലാസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കിയപ്പോ ഒരു എക്സാമിന്റെ ഒരു വീക്ക് മുമ്പൊക്കെ എടുത്തു നോക്കിയാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ആ സാധനം അതൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ അത്രേ വേണ്ട വരുള്ളൂ. ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. എക്സാക്ട്ലി. പിന്നെ ഈ സ്റ്റഡീസിന് യു ലീവ് സ്റ്റഡീസ്, ഈ സെൽഫ് സ്റ്റഡീസ് പീപ്പിൾ ദേ ഓഫൻ ഗെറ്റ് ലോട്ട് ബേൺഡ് ഔട്ട്, സ്ട്രെസ്ഡ്. പിന്നെ ദേ ഫീൽ ലൈക്ക് ഓക്കെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വൈസ് ഐ ഹാവ് ഇസ് there are people around you, family members ഉണ്ട്, friends ഉണ്ട്. പിന്നെ your best helper is yourself. You can help yourself. അതാണ് the best advice I can give you. Whenever you burn out, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നമുക്ക് അവിടെ ഒരു 20% കിട്ടുള്ളൂ. ഇപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്താലും ആ സാധനം നമുക്ക് ഇഷ്ടം. പക്ഷെ ബാക്കി ഫുൾ എഫേർട്ട് നമ്മൾ ചെയ്യുന്ന 20% ഒരു റോൾ ഉണ്ട്. എന്നാലും കുറച്ച് കാണുന്നല്ല. പക്ഷെങ്കിൽ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഇട്ടില്ലേ. ഇപ്പൊ നിന്റെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ടാവും. അവരൊന്നും ഇപ്പൊ NIT അല്ലെങ്കിൽ ഹൈ റാങ്കുകളൊന്നും സെക്യൂർ ചെയ്തിട്ടില്ലല്ലോ. അതാണ് അതിന്റെ റിയാലിറ്റി. നമ്മൾ എത്രത്തോളം ഇപ്പൊ ജോഷുവ വർക്ക് ചെയ്തത് 5.5 മണിക്കൂർ ഉറങ്ങി ബാക്കി ഫുൾ ടൈം വർക്കാന്ന് പറഞ്ഞു. അതും ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ് അങ്ങനെയായിരുന്നു. ചില എക്സെപ്ഷണൽ ഡേയ്സുകൾ മാറ്റി നിർത്തി. അപ്പോ നിങ്ങളും അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരു ഹാർഷ് ട്രൂത്ത് ആണ്. JEE ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഹാർഡ് വർക്ക് വേണം. പക്ഷെ ദാറ്റ് ഡസ് നോട്ട് മീൻ പഠിത്തത്തിലോട്ട് പോവാ. നോ, യു ഹാവ് യുവർ സെൽഫ് ഓൾസോ, ബിക്കോസ് യു ആർ എ ഹ്യൂമൻ ബീങ്. പഠിത്തം മാത്രമല്ല, മൈൻഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ബ്രെയിൻ ഉണ്ട്. ഇവിടെ ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്റെ ബോഡി ആയിരുന്നു ജിം, എന്റെ മൈൻഡ് ആയിരുന്നു ഡീറ്റോക്സ് സെഷൻസ് അല്ലെങ്കിൽ ഗോയിങ് ഔട്ട് വിത്ത് ഫാമിലി ഫ്രണ്ട്സ്. അതൊക്കെ വേണം. ലൈക്ക് ഐ മെൻഷൻ, ഇതൊക്കെ there are instances in your preparation journey where you will feel burned out. അപ്പൊ you take a step back and help yourself. പഠിത്തം മാറ്റി വെക്കുക, ഒരു 1 day 2 day മാറ്റി വെക്കുക, because you are more important than studies. അതൊരു സോളിഡ് ഹെൽത്തി ഒക്കെ അല്ലാതെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പം ഫീലിംഗ് ഫീവർ ഒക്കെ ആയിട്ട് ആ സമയത്തൊക്കെ അതൊക്കെ യൂസ്ലെസ് ആണ്. അതൊക്കെ നമ്മള് ബ്രെയിനിന് പണി കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടും നമുക്ക് it's an absolutely useless thing. You are basically burning yourself out even when you are not well. If you are not well അല്ലെങ്കിൽ if you are feeling burned out, ഒരു ദിവസം ബ്രേക്ക് എടുക്കുക. nothing is going to happen. ഒരു 1 day പോവും. You have so many other days. 2 മാസം ഇല്ലേ, 60 days ഇല്ലേ, ഒരു ദിവസം 59 days ഉണ്ട്. Don't worry about that. എല്ലാ ദിവസങ്ങളും എക്സാക്ട്ലി. അതാണ് എക്സ്ട്രാ പോയിന്റ്. എല്ലാ ദിവസവും അത് ചെയ്യുന്നത്. മാക്സിമം ഒരു 60 days ഉണ്ടെങ്കിൽ 2 days മാക്സിമം. 2 days മാക്സിമം ബ്രേക്ക് ഡേയ്സ് ആയിട്ട് എടുക്കുക. വേറെ 58 days ഫുൾ ലോക്കിനായിട്ട് പഠിക്കും. അപ്പം ലൈക്ക് ഇപ്പൊ നീ തന്നെ ഇപ്പൊ പ്രിപ്പറേഷൻ നീ പറഞ്ഞു. ലൈക്ക് ഞാനൊരു 8ാം ക്ലാസ്സിലാണ് എനിക്കൊരു തോട്ട് വന്നത്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 11th അപ്പൊ തന്നെ ഇപ്പൊ പ്രഷറൈസ്ഡ് ആയിരുന്നു. അല്ലെ ഇനിയിപ്പോ പഠിച്ചാല് എന്നെ കൊണ്ട് ഇത് താങ്ങോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ലൈക്ക് ഇവന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ പ്രിപ്പയർ ചെയ്തിപ്പോ ലൈക്ക് ഇപ്പൊ ആന്ധ്ര അല്ലെങ്കിൽ ഒരു തെലങ്കാന ആ ഒരു ഏരിയയിലേക്ക് പോവാണെങ്കിൽ കോച്ചിങ് കൾച്ചർ എന്ന് പറയുന്നത് 4th സ്റ്റാൻഡേർഡ് തുടങ്ങുന്ന സാധനം. അപ്പോ ലൈക്ക് നിനക്ക് വേണേ ആലോചിക്കായിരുന്നു, ഒരു 6 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇപ്പൊ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ, ഇനി ഞാനിപ്പോ പഠിച്ചിട്ട് എന്താ കാര്യം, ലൈക്ക് എല്ലാരും അങ്ങ് സിലബസ് ഒക്കെ കഴിഞ്ഞില്ലേ. അത് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടതില്ലല്ലോ. ലൈക്ക് നീ ഇപ്പോ
ഒരു 6 വർഷം എന്നെക്കാളും 6 വർഷം മുമ്പ് പ്രിപ്പയർ ചെയ്തവരുണ്ടല്ലോ. അപ്പം ഞാനെങ്ങനെയാ അഡ്വാൻസിലൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തുക. എനിക്കിപ്പോ 2000 സംതിങ് റാങ്ക് ഉണ്ട്. ഒരുപാട് പേര് അതിൽ 10,000-ഓളം പേരിലോ അധികം പേര് ആൾക്കാർ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാൻ കുറച്ച് ബാക്കിലാണ് അങ്ങനെ? സോ സം ഡേയ്സ് ഐ ഫെൽറ്റ് ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ്, പക്ഷെ നോട്ട് ഇൻ ദിസ് എക്സ്റ്റെന്റ്. ഇങ്ങനത്തെ എക്സ്റ്റെന്റ് ഐ നെവർ ഫെൽറ്റ് ഐ വാസ് ബാക്ക്, ബിക്കോസ് അതന്നെയാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് പറഞ്ഞത്. ഇനി ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്കും ഇത് സാധിക്കും എന്നുള്ള രീതിയിൽ. because പറ്റും, no time is too late. The time is too late is 1 day before the examination എല്ലാം പഠിക്കുക. അത് പ്രശ്നമാണ്. വേറെ എല്ലാ സമയം 2 days before the examination ആണെങ്കിൽ I'm telling you, you will be able to get a good rank if you focus. അതാണ് മേജർ കാര്യം, എഫിഷ്യൻസി. പക്ഷെ that does not mean 2 days before the exam പഠിത്തം തുടങ്ങുക. That's not what I'm saying. Start today itself. ഇന്നാണ് ബെസ്റ്റ് ഡേ ടു സ്റ്റാർട്ട്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ബെസ്റ്റ് ഡേ ടു സ്റ്റാർട്ട് ഇന്നാണ് ബെസ്റ്റ് ഡേ ടു സ്റ്റാർട്ട്, ലൈക്ക് ഐ മെൻഷൻഡ്. ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം. For example, I can study for 12 hours one day, but I can look at reels for 6 hours during the 12 hour study. പക്ഷെ വേറെ let's say he's studying for 7 hours, പക്ഷെ he's not looking at any reels, no distractions. Who is better? Obviously second guy. പക്ഷെ the first guy studied for more time. No, he did not study for more time. അതിന് വേറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് സ്വന്തം മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പൊ 45 മിനിറ്റ് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് എക്സാക്ട്ലി ആ കോൺസെൻട്രേഷൻ വേണം. 12 hours പഠിച്ചിട്ട് 7 hours 12 hours അതുപോലെ ഇപ്പൊ പലരും പറയുന്ന സാധനമാണ് ലൈക്ക് നമുക്ക് എന്താണോ കിട്ടാൻ പോകുന്നത് അതിനൊന്നും മുമ്പൊന്ന് ചിന്തിച്ചോ, ലൈക്ക് ഒന്ന് കണ്ണുമുട്ട ലൈക്ക് NIT എത്തുന്നല്ലേ ഇവിടെ ഇരിക്കുന്ന ബേസിക്കലി ഒരു ഡ്രീം വിഷൻ വേണം. ലൈക്ക് ഓക്കെ, എനിക്ക് IIT വേണം, എനിക്ക് IIT പോകണം, എനിക്ക് NIT പോകണം, എനിക്ക് ഈ ബ്രാഞ്ച് വേണം. എന്റെ ഡ്രീം IIT അല്ലായിരുന്നു, NIT ആയിരുന്നു, ഫൈൻ. പക്ഷെ എന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡ്രീം എനിക്ക് CSC ബ്രാഞ്ച് ഇൻ ടോപ്പ് IIT or NIT. ആൻഡ് അതെനിക്ക് സാറ്റിസ്ഫൈ. I mean, NIT Calicut CSC is very well regarded. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. സോ ദാറ്റ്സ് വൈ ഐ എം വെരി വെൽ ഹാപ്പി വിത്ത് വാട്ട് ഐ എം സീയിങ്. പിന്നെ ഈ 4th ഇയർ വെച്ച് പഠിത്തം തുടങ്ങുന്നത് ഐ ഫീൽ ദാറ്റ് ഇസ് വെരി അൺനെസസറി. അതൊക്കെ ചെറിയൊരു ടൈം, ഒരു 2-3 മണിക്കൂർ, ഇറ്റ് ഇസ് 2 or 3 hours ഫൈൻ, അത് ആക്സെപ്റ്റഡ് ആണ്. പക്ഷേ it is overloading your brain, because 4th year you're supposed to enjoy life. You're supposed to move around freely with friends. പിന്നെ അല്ലെങ്കിൽ enjoy, build up your skills, and not only studies, just go extra curricular activities. പിന്നെ ഈ 4th year പഠിത്തം is itself extra curricular activity എല്ലാ സെലക്ഷൻ because ഞാൻ 4th year I wasn't involved in JEE because usually ആന്ധ്രയിലൊക്കെ കോട്ടയിലൊക്കെ they involved in JEE only, so they don't have any other skills mostly. I mean, I don't know. അതുകൊണ്ട് തന്നെയാണ് ലൈക്ക് നമുക്ക് നമ്മൾ മെന്റൽ റിലാക്സേഷൻ കൊടുത്തുകൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. Exactly, കേരള റാങ്ക് 1 എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പ് സാധനങ്ങളിലേക്ക് എത്താനൊക്കെ പറ്റും. Because 4th grade, if you start your preparation for 4th grade, it is useless. There is no use. You will not, I mean, കുറച്ച് ബെനിഫിറ്റേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് as better to start preparation from 9th or 10th. ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 9th grade ആണ്. ശരിക്കും പറഞ്ഞു, ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 9th grade ആണ്. 8th is useless, 7th is useless, 4th is useless, because അപ്പറൊക്കെ supposed to build up. ഫൗണ്ടേഷൻ കൊടുത്താൽ അടിപൊളിയാവും. Yes, because 9th കോൺസെപ്റ്റ്സ് 11th പഠിക്കും, 10th കോൺസെപ്റ്റ്സ് 12th പഠിക്കും. So that's why I said 9th സമയമാണ് ബെസ്റ്റ് സമയം. 4th പഠിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. That's the first thing. ചുമ്മാ ഒരു കോച്ചിങ്ങിന്റെ ആ ഇത് വേർഡ് കോച്ചിങ്. ഓക്കെ, I am coaching, അത്ര ഉള്ളൂ. Just simply because of that I'm putting. പിന്നെ ഇപ്പോ നമുക്ക് ഇവരുടെ അടുത്ത് നമ്മുടെ അഡ്വൈസോ അല്ലെ ഒരു നോഷൻസ്, നിന്റെ ഒരു നോഷൻസ് അവരുടെ അടുത്ത് പങ്കുവെക്കാൻ എന്തെങ്കിലും അവസാനമായിട്ടൊരു നോഷൻസ്? വൺ തിങ് I would say is same thing like I mentioned. ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. And don't look back. എല്ലാ ദിവസവും live each day like സെൽഫ് ഇംപ്രൂവ്മെന്റിൽ ഫോക്കസ് ചെയ്യുക. അത് exactly തുടങ്ങുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം yes, self improvement. You have to focus on self improvement, focus on getting the best every day. Don't focus, okay, ഇന്ന് തുടങ്ങി, ഇന്നലെ ഞാൻ തുടങ്ങിയില്ല, fine, no, leave it. ഇന്നലെ പോയി, you cannot get back yesterday. So ഇന്ന് തുടങ്ങുക, do each day efficiently. എക്സാം ഏസ് ചെയ്യുക, and എക്സാം കഴിഞ്ഞിട്ട് don't think about the exam until the results come. റിസൾട്ട് എന്തോ ആട്ടെ, ഞാൻ എന്റെ മാക്സിമം പ്രിപ്പയർ ചെയ്യും. Your objective is not you cracking the exam, but did I do my best? ഞാൻ ഈ എക്സാം എന്റെ ബെസ്റ്റ് കേപ്പബിലിറ്റി എഴുതിയോ, ഞാൻ ഈ എക്സാമിന് വേണ്ടി എന്റെ ബെസ്റ്റ് കേപ്പബിലിറ്റി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തോ. These 2 factors ചെയ്താൽ, if you say yes to both of these, you are successful. It does not matter if you passed or failed. If you do both of these, you are successful. അത് തന്നെയാണ് ലൈക്ക് നമുക്കിപ്പോ ജെയും അതുപോലെ ഒരുപാട് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കേരള റാങ്ക് 1 സെക്യൂർ ചെയ്തിട്ട്, അപ്പം ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ നമ്മൾ തോറ്റു പോയേക്കാം, പക്ഷെ എന്നാലും നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും. അത്ര തന്നെ ലാസ്റ്റ് ഉള്ള ഒരു മെസ്സേജ് ഉള്ളൂ. അപ്പൊ താങ്ക് യു ജോഷ, എന്തായാലും നമുക്ക് ഇനിയും വീണ്ടും കാണാം. അപ്പൊ ഇത്ര മാത്രമേ നമ്മളെ ഈ വീഡിയോ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത എന്താണ് ജോഷിയുടെ അടുത്ത് വേണ്ടതും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്താൽ നമുക്ക് അതൊക്കെ വീഡിയോ ചെയ്യാവുന്നതാണ്.
അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ?